ഹൃദയേ നമഃ. ഓം നമഃ ശിവായ. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ജയ ജയ ശങ്കര ജിഗിരാര ജയ താണ്ഡവ ശങ്കര പ്രകട ഭയങ്കര പ്രളയ ഭയങ്കര ജിഗിരാര. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ജയ ജയ ശങ്കര ജിഗിരാര ജയ താണ്ഡവ ശങ്കര പ്രകട ഭയങ്കര പ്രളയ ഭയങ്കര ജിഗിരാര. ഓം പരമേശ്വര പര ഓം ജഗദീശ്വര ഹര ഓം പരമേശ്വര പര ജഗന്നാഥ. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ജയ ജയ ശങ്കര ജിഗിരാര ജയ താണ്ഡവ ശങ്കര പ്രകട ഭയങ്കര പ്രളയ ഭയങ്കര ജിഗിരാര. ഓം നമ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശക്തി പരാശക്തി. ഇന്ന് നമുക്ക് ശിവപുരാണത്തിന്റെ ഭാഗം 36 പറയാനുള്ളത്. ശിവലിംഗോൽപത്തി എന്നുള്ള ഭാഗമാണ് പറയാനുള്ളത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറൊന്നുമല്ല, ഭഗവാൻ പരമശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനനിരതനാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ലോകത്തിൽ തന്നെ മംഗളം അരുളാൻ വേണ്ടിയിട്ടും അതുപോലെ ആ സൃഷ്ടിസ്ഥിതി സംഹാരകനായിട്ട് സംഹാരം ചെയ്യാനായിട്ടും ആണ് ഭഗവാൻ അവതരിച്ചത്. അതോടൊപ്പം തന്നെ പ്രപഞ്ചനാഥനായ വിഷ്ണുവിന് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടു പോവാനുള്ള സഹായം ചെയ്യുന്നതും ഉമാമഹേശ്വരന്മാര് ഒരുമിച്ച് ചേർന്ന് നിന്നാണ്. അതായത് പ്രകൃതിയും പുരുഷനും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ നമ്മുടെ ഈ ലോകം മുന്നോട്ട് പോവുകയുള്ളൂ, നമ്മുടെ ഈ ഭൂമിയും പ്രപഞ്ചവും ഒക്കെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള പരമമായ സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഉമാമഹേശ്വരന്മാരുടെ കൈലാസത്തിലാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നമുക്ക് അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മുടെ വാമഭാഗമായിട്ടിരിക്കുന്ന, അത് ഭർത്താവാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവ്, അവര് അത്രയും എന്താ പറയുക, അത്രയും സ്നേഹത്തോടെയും അത്രയും പരിശുദ്ധിയോടെയും കൂടിയൊക്കെ ഭഗവാനെ ഉമാമഹേശ്വരന്മാരെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മരണശേഷം കൈലാസത്തിലേക്ക് എത്താൻ കഴിയും. അതും അവരെ ഒരുമിച്ച് തന്നെ എത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അത്രയും കുടുംബസമേതമായിട്ട് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ള ഒരു എന്താ പറയുക, മറ്റുള്ള ഒരു ഇതും ഉണ്ടാവാതെ കുടുംബപരമായിട്ട് തന്നെ ജീവിച്ച് മുന്നേ. പക്ഷെ ഒരു കുടുംബത്തില് ഭാര്യ നല്ല സ്വഭാവമാണ്, ഭർത്താവ് വേറൊരു ഇതാണ്, അല്ലെങ്കിൽ ഭാര്യ വേറൊരു ഇതാണ്, ഭർത്താവ് വേറൊരു ഇതാണ്, അവരവരുടേതായ കാര്യങ്ങൾ അങ്ങനെ പോകുന്നിടത്ത് ഒരിക്കലും നമുക്ക്, അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും അല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രയും ഭഗവാനെ അത്രയും പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ജോഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വാമഭാഗം ഉണ്ടായി അങ്ങനെ നിങ്ങൾക്ക് കൈലാസത്തിൽ പോകാൻ കഴിയും. അപ്പൊ അത്രയും മഹത്വമാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക, ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമാണ്. അത്രയും ഇതുള്ളവർക്ക് മാത്രമേ, അത്രയും അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൈലാസം പോലും ലഭിക്കുകയുള്ളൂ. പിന്നെയാണോ അതിനേക്കാളും ഉയർന്ന തലങ്ങള്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ ഭഗവത് സാക്ഷാത്കാരമാണ് നമ്മുടെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഉദ്ദേശം എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നന്മകർമ്മങ്ങളൊക്കെ ചെയ്ത്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ധർമ്മത്തിൽ അധിഷ്ഠിതമായി സത്യസന്ധമായി ജീവിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കലികാലത്തിൽ നമുക്ക് അങ്ങനെ അത്രയും സത്യസന്ധരായി ധർമ്മിഷ്ഠരായിട്ടൊക്കെ ജീവിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ കൂടിയും കലികാലത്തിൽ പോലും അങ്ങനെ ജീവിച്ചു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് പോലും ആ സ്ഥാനം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം ഭഗവാൻ തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ശിവലിംഗോൽപത്തിയാണ്, ഭാഗം 36. അപ്പം ഇന്ന് എനിക്ക് ഓഫീസില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പം ഞാൻ വായിക്കാം. ഒരിക്കൽ ജഗദംബിക ദുർവാസാവ് മഹർഷിക്ക് വളരെ പരിമളം വഹിക്കുന്ന ഒരു ദിവ്യമാല സമ്മാനിച്ചു. മഹർഷി അതിനെ വലിയ മഹത്വം കൽപ്പിക്കാതിരിക്കുന്നതിനാലാകാം അത് ദക്ഷന് കൊടുത്തു.
ദക്ഷൻ ആ മാല തന്റെ ശയനമുറിയിൽ സൂക്ഷിച്ചു. അതിന്റെ അനുഭൂതി വിശേഷം അനുഭവിച്ചുകൊണ്ടാണ് ദക്ഷ പ്രജാപതി പത്നിയുമായി ക്രീഡിച്ചു കഴിഞ്ഞിരുന്നത്. ഇപ്രകാരം ആ ദിവ്യമാലയുടെ പരിശുദ്ധി നഷ്ടപ്പെട്ടു. ദക്ഷന്റെ ഈ പ്രവൃത്തി ശ്രീ മഹാദേവൻ തന്റെ ജ്ഞാന കണ്ണിനാൽ അറിഞ്ഞു. കോപാകുലനായി തീർന്ന ഭഗവാൻ ദക്ഷനെ നിന്ദിക്കുകയും അദ്ദേഹം അതറിഞ്ഞ് വല്ലാതെ വേദനിക്കുകയും ചെയ്തു. അപ്പം ദുർവാസാവ് മഹർഷിക്ക് ജഗദംബിക, അതായത് പാർവതീദേവി ഒരു ഹാരം സമർപ്പിക്കുകയാണ്. അപ്പൊ ആ ദിവ്യമായിട്ടുള്ള ഹാരം ആരാണ്? ആ മഹർഷി ദക്ഷന് കൊടുക്കുകയാണ്. പക്ഷെ ദക്ഷൻ എന്ത് ചെയ്യുകയാണ്? ആ മാല കൊണ്ടുവന്നിട്ട് തന്റെ കിടപ്പറയില് കൊണ്ടുവന്ന പത്നിക്കൊക്കെ കൊടുത്ത് അങ്ങനെ അതിന്റെ ആ പരിശുദ്ധി നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ ഇത് കാണുമ്പോ ശിവഭഗവാൻ വളരെയധികം കോപാകുലനാവുകയാണ്. ദിനങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ദക്ഷൻ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനെത്തി. അവിടെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, മറ്റ് ദേവന്മാർ, ഋഷികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പ്രജാപതിയായ ദക്ഷന്റെ ആഗമനം അറിഞ്ഞ ദേവന്മാരെല്ലാം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ വണങ്ങി. പക്ഷേ ശിവൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിഞ്ഞതായി നടിച്ചില്ല. തന്റെ ജാമാതാവായ സദാശിവൻ തന്നെ അപമാനിക്കുകയാണെന്ന് ധരിച്ച ദക്ഷൻ കോപാകുലനായി. ഇതോടെ ശിവന് ദക്ഷനോട് വെറുപ്പും തോന്നി. എന്നാൽ ധിക്കാരിയായ ശിവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ദക്ഷൻ നിശ്ചയം ചെയ്തു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ദക്ഷൻ ഒരു മഹായാഗം നടത്തി. ആ മഹായാഗത്തെ അനുഗ്രഹിക്കുന്നതിനും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നതിനും ത്രിലോകങ്ങളിലുമുള്ള സകല ദേവന്മാരെയും, ഋഷികളെയും, അപ്സരസുകളെയും, സജ്ജനങ്ങളെയും ഒക്കെ ആദരപൂർവം ക്ഷണിച്ചു. പക്ഷേ പരബ്രഹ്മ സ്വരൂപനായ സാക്ഷാൽ പരമശിവനെയും സ്വപുത്രിയായ സതിയെയും മാത്രം മനഃപൂർവ്വം ക്ഷണിച്ചിരുന്നില്ല. ദുഃഖിതയായ സതി ക്ഷണിക്കാതെ തന്നെ പതിയുടെ അനുവാദം വാങ്ങി യാഗസ്ഥലത്തേക്ക് ചെന്നു. എന്നാൽ ശിവനോടുള്ള കോപം കാരണം പിതാവ് പുത്രിയെ കണ്ടതായി നടിച്ചില്ല. മാത്രമല്ല തന്റെ ഭർത്താവിന് യാഗത്തിൽ സ്ഥാനം നൽകിയിട്ടില്ലെന്നും ദേവി അറിഞ്ഞു. അതിൽ മനം നൊന്ത ദേവി അവിടെ ഒരു അഗ്നികുണ്ഡം നിർമ്മിച്ച് അതിൽ സ്വദേഹം സമർപ്പിച്ചു. എല്ലാം തന്റെ തൃക്കണ്ണിനാൽ കണ്ടുകൊണ്ടിരുന്ന രുദ്രൻ ക്രോധത്തോടെ തന്റെ ജട പറിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്നും ഉത്ഭവിച്ച വീരഭദ്രനും കാളീദേവിയും കൂടി ദക്ഷന്റെ യാഗശാല തകർക്കുകയും ചെയ്തു. കൂടാതെ ദക്ഷന്റെ വധവും അവർ നടപ്പിലാക്കി. അപ്പോ ദക്ഷ പ്രജാപതിയുടെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ദക്ഷൻ അങ്ങനെ കാണിച്ചതുകൊണ്ട് തന്നെ ശിവഭഗവാന് വളരെയധികം ദക്ഷനോട് ദേഷ്യം തോന്നുകയാണ്. ആ മാല നശിപ്പിച്ചതിൽ, ആ ദിവ്യമായിട്ടുള്ള ഹാരം നശിപ്പിച്ചതിൽ വളരെയധികം ദേഷ്യം തോന്നുകയാണ്. അങ്ങനെ ഒരു യാഗം നടക്കുന്ന സ്ഥലത്ത് ദക്ഷൻ വരുമ്പോൾ ദക്ഷനെ മറ്റെല്ലാവരും ആദരിക്കുമ്പോൾ, എണീക്കുമ്പോൾ ശിവഭഗവാൻ എഴുന്നേൽക്കാതിരിക്കുകയാണ്. അപ്പൊ ഈ ദേഷ്യവും ദക്ഷന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ദക്ഷൻ ഒരു വലിയ യാഗം നടത്തുകയും, പക്ഷെ ആ യാഗത്തില് തന്റെ ജാമാതാവായിട്ടുള്ള ശിവഭഗവാനെ വിളിക്കുന്നില്ല, സതീദേവിയും വിളിക്കുന്നില്ല. പക്ഷെ സതീദേവി അവിടെ യാഗത്തിൽ പോവുകയും അങ്ങനെ ശിവഭഗവാനെ ദക്ഷൻ അപമാനിക്കുകയും ആ അപമാന ഭാരത്തിൽ സതീദേവി തന്റെ ദേഹത്യാഗം ചെയ്യുകയാണ്. അഗ്നിയില് ദേഹത്യാഗം ചെയ്യുകയാണ്. അങ്ങനെ ഭഗവാൻ ശിവൻ അവിടെ വരികയും ശിവന്റെ പരിവാരങ്ങൾ വരികയും ചെയ്യുന്നു. അതായത് കാളീദേവിയും വീരഭദ്രനും ഒക്കെ വന്ന് ആ യാഗശാല നശിപ്പിക്കുകയും ദേവന്മാരെ എല്ലാവരെയും ആട്ടിപ്പായിക്കുകയും അങ്ങനെ ദക്ഷന്റെ ശിരസ് ശ്രീ മഹാദേവൻ ഛേദിക്കുകയാണ്. അങ്ങനെ അതില് അവസാനം ഭഗവാൻ തന്നെ മാപ്പ് കൊടുക്കുകയാണ് ദക്ഷന്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ട്. സതിയുടെ വിയോഗം ഭഗവാന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പന്തിയില്ലാതെ താപമാർന്ന ചിന്തയോടെ വിഹരിച്ചു നടക്കുകയായിരുന്ന ശ്രീ ശങ്കരന്റെ മേൽ കന്ദർപ്പൻ ഉന്മാദനാസ്ത്രം പ്രയോഗിച്ചു. അതോടെ സദാശിവൻ ഉന്മത്തനായി തീർന്നു. മഹേശ്വരൻ സതിയുടെ അഭാവത്തിൽ കാടായ കാടുകളിലൊക്കെ സഞ്ചരിച്ചു. ഒരിടത്തും അദ്ദേഹത്തിന് സ്വസ്ഥത ലഭിക്കാത്തതിനാൽ കാളിന്തി നദിയിൽ ചാടി. അതോടെ കാളിന്തി നദിയിലെ ജലം കറുപ്പായി തീർന്നു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഭഗവാന്റെ വാമഭാഗമായിട്ടുള്ള സതീദേവി നഷ്ടപ്പെട്ടതോടുകൂടി പരമശിവൻ വളരെയധികം ഭ്രാന്തമായ അവസ്ഥയിലാവുകയാണ്, തന്റെ പത്നിയെ നഷ്ടപ്പെട്ടതോടുകൂടി. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും സന്യാസിയായിട്ട് യോഗിയായിട്ട് ഇരുന്നിട്ടുള്ളതാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ശിവഭഗവാനെ വിവാഹം കഴിച്ച സതീദേവിയോട് അത്യധികം സ്നേഹമായിരുന്നു ഭഗവാന്.
അങ്ങനെ ഭഗവാൻ ആ സതീദേവിയുടെ വിയോഗത്തിൽ വളരെയധികം ഭ്രാന്തമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, നിങ്ങൾക്കറിയാം. എന്നിട്ട് ദേവിയുടെ ആ ശരീരമൊക്കെ, സതീദേവിയുടെ ആ മൃതശരീരമൊക്കെ എടുത്തുകൊണ്ട് അലറി താണ്ഡവമാടി, നൃത്തമാടി, അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, അങ്ങനെ ഘോരമായിട്ട് ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ട് അത്രയും ഇതായിട്ട് നടക്കുന്ന സമയത്ത് വിഷ്ണു ഭഗവാനും മറ്റ് ദേവന്മാർ വന്ന് വിഷ്ണു ഭഗവാനോടും ബ്രഹ്മാവിനോടും ആയിട്ട് പറയും, ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം, പ്രപഞ്ചം മുഴുവൻ നശിച്ചു പോകുന്നതാണ്. കാരണം അത്രയും ഘോരമായിട്ടുള്ള ഇടിമുഴക്കങ്ങൾ, ഘോരമായിട്ടുള്ള പ്രളയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ലോകം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും എന്ന് പറയുമ്പോൾ, ആ സമയത്താണ് വിഷ്ണു ഭഗവാൻ വരികയും അങ്ങനെ വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ആ സതീദേവിയുടെ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കുകയും അങ്ങനെ ദേവിയുടെ ആ ശരീരങ്ങൾ പോയി ഓരോ സ്ഥലങ്ങളിൽ വീഴുന്നതാണ്, ഓരോ ശക്തിപീഠങ്ങളായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ ദേവിയുടെ ഓരോ ശക്തിപീഠങ്ങളായിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടുകയാണ്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, അതിനുശേഷവും ഭഗവാൻ ഇങ്ങനെ വിഷ്ണു ഭഗവാനെ ശപിക്കുകയാണ്. നീയും ഇതുപോലെ എന്നെ പോലെ പത്നി ആ ഒരു ദേഷ്യത്തില്, മനസ്സിലായോ, എന്താണ് അതിന്റെ സത്യം എന്നുള്ളത് അത് ഇത് ഉണ്ടാവാത്തത് കൊണ്ട്, അതായത് ഇത് പ്രളയം സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ചെയ്തതെന്നുള്ളത് ആ സമയത്ത് ശിവഭഗവാൻ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. തന്റെ പത്നിയുടെ ശരീരത്തെ ഛിന്നഭിന്നമാക്കിയത് ഓർക്കുമ്പോൾ വളരെയധികം വിഷമം ഉണ്ടാവുകയും അങ്ങനെ വിഷ്ണു ഭഗവാനെ ശിവഭഗവാൻ ശപിക്കുകയാണ്. നീയും ഇതുപോലെ തന്നെ, അങ്ങയും ഇതുപോലെ തന്നെ എന്നെ പോലെ പത്നി വിരഹം ഉണ്ടാവുമെന്ന് പറയും. അതിനുശേഷമാണ് വിഷ്ണു ഭഗവാൻ രാമനായിട്ട് വന്ന് ജനിക്കുന്നതും സീതാദേവിയെ നഷ്ടപ്പെടുന്നത്, സീതാദേവിയെ ആയിട്ട് വിരഹം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ആണ് സീതാരാമ അവതാരം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെ മഹേശ്വരൻ എന്ത് ചെയ്യുകയാണ്, അങ്ങനെ ശിവഭഗവാൻ വളരെയധികം വിഷമിച്ച്, കഥയല്ല കേട്ടോ, ഇതെല്ലാം നടന്ന സംഭവമാണ്. കഥയെന്ന് നമുക്ക് പറയേണ്ട, കഥയെന്ന് എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഇത് നമ്മുടെ ഭാരതവർഷത്തിൽ നടന്നിട്ടുള്ളത് തന്നെയാണ് ഇതെല്ലാം. വേദവ്യാസനൊക്കെ പോലെയുള്ള മുനിമാര് ഈ നടന്ന സംഭവങ്ങൾ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് അവരുടെ ഉള്ളിൽ വന്നിട്ട് അവരെ കൊണ്ട് അത് എഴുതിപ്പിക്കുന്നത് കേട്ടോ സത്യത്തിൽ. അപ്പൊ ഇതൊന്നും വെറും കഥകളല്ല. ഇപ്പൊ മഹാഭാരതം ആയാലും ഭഗവത്ഗീത ആയാലും ഭാഗവതം ആയാലും ഏതായാലും ശരി തന്നെ, അതേപോലെ ശിവപുരാണം ആയാലും ദേവി മഹാത്മ്യം എല്ലാം നടന്ന സംഭവങ്ങൾ തന്നെയാണ്, ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് അവരുടെ ആ എഴുതുന്നവരുടെ ഉള്ളിൽ ഭഗവാൻ തന്നെ വന്നിരുന്നാണ് അവരെ കൊണ്ട് അത് എഴുതിപ്പിക്കുന്നത്. വേദവ്യാസനായാലും ആരായാലും ശരി തന്നെ, അവരുടെ ഉള്ളിൽ ഭഗവാൻ വന്നിരുന്നാണ് അവരെ കൊണ്ട് അത് എഴുതിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കെട്ടുകഥകളല്ല, എല്ലാം നമ്മുടെ ഭാരതവർഷത്തിൽ തന്നെ നടന്ന സംഭവങ്ങളാണ്, നടന്ന ആ ദിവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ സതിയുടെ വിയോഗം ഭഗവാന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പന്തിയില്ലാതെ താപമാർന്ന ചിന്തയോടെ വിഹരിച്ചു നടക്കുകയായിരുന്ന ശ്രീ ശങ്കരന്റെ മേൽ കന്ദർപ്പൻ ഉന്മാദനാസ്ത്രം പ്രയോഗിച്ചു. അതോടെ സദാശിവൻ ഉന്മത്തനായി തീർന്നു. മഹേശ്വരൻ സതിയുടെ അഭാവത്തിൽ കാടായ കാടുകളിലൊക്കെ സഞ്ചരിച്ചു. അങ്ങനെ കാടായ കാടുകളിലൊക്കെ ഇങ്ങനെ ഭഗവാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, കാളിന്തി നദിയിൽ ചാടുകയാണ്. അങ്ങനെയാണ് കാളിന്തി നദിക്ക് ആ കറുപ്പ് നിറം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓം നമ ശിവായ. പിന്നെ ഇടയ്ക്ക് ഞാനൊരു കാര്യം, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചോദിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരികയാണ്, ഒരു ബ്രേക്ക് പോലെ. കാരണം ഒരുപാട് പറഞ്ഞ് സ്പീഡായിപ്പോണം, അല്ലെങ്കിൽ ഒരുപാട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇതാവുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക്, ചെറുത് ഒരു നിർത്തി അങ്ങനെയൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഇവിടെ വെക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഈ സമയത്ത് ചോദിക്കാനുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം കേട്ടോ. അപ്പം ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. ചോദിച്ചു. അപ്പം എവിടെ ക്വസ്റ്റ്യൻസ്?
ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഓക്കെ, സാരമില്ല, നീ ചോദിച്ചാലും മതി കേട്ടോ. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എന്ന് തൊട്ടാണ് ഇത് തുടങ്ങിയത്? അത് കുറേ നാളായി. ഞാൻ ഒരു ഏകദേശം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ നാരായണിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഏകദേശം ഒരു വർഷത്തോളം ആവും തുടങ്ങിയിട്ട്. ശരി, അപ്പോൾ ഇനി ഞാൻ ബാക്കി വായിക്കാം കേട്ടോ. കുബേരപുത്രനെ സതീവിരഹം താങ്ങാനാകാതെ അലഞ്ഞു നടന്ന ഭഗവാനെ കർമ്മോത്സുകനാക്കാൻ വേണ്ടി മദനൻ മറ്റൊരു സന്താപനാസ്ത്രം അയച്ചു. അതോടെ ശ്രീശങ്കരൻ പൂർവാധികം ദുഃഖിതനും അസ്വസ്ഥനുമായി തീർന്നു. പുഷ്പബാണൻ വിജൃംഭണാസ്ത്രം കൂടി ഭഗവാന്റെ നേർക്ക് അയച്ചതോടെ അദ്ദേഹം കോട്ടുവായിട്ടുകൊണ്ട് അഴലാർന്ന് നടക്കുമ്പോൾ പാഞ്ചാലികൻ എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായ കുബേരപുത്രനെ ശ്രീശങ്കരൻ കണ്ടു. അവനോട് ശിവൻ ഇപ്രകാരം പറഞ്ഞു: വൈഷ്ണവണ, വരദായിനിയായ ജഗദംബിക നമ്മെ വിട്ട് പോയിരിക്കുന്നതിനാൽ ഞാൻ മന്മഥാഗ്നിയിൽപ്പെട്ട് നീറുകയാണ്. കന്ദർപ്പൻ എയ്തുവിട്ട വിജൃംഭണാസ്ത്രവും ഏറ്റ് എനിക്ക് രതിയോ സുഖമോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് മദനൻ എയ്തുവിട്ട 3 അസ്ത്രങ്ങളും താങ്ങാൻ നിന്നെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതിനാൽ നീ അതെല്ലാം ഏറ്റുകൊള്ളുക. ചൈത്രമാസത്തിൽ നിന്നെ ഭക്തി പുരസരം ദർശിക്കുകയോ പൂജിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നവർ ആര് തന്നെ ആയാലും അവർ തൽക്ഷണം ഉത്തമന്മാരായി തീരുന്നതാണ്. വൃദ്ധനായാലും സ്ത്രീയായാലും പുരുഷനായാലും അവൻ നിന്റെ മുന്നിൽ ആടിയും പാടിയും നൃത്തം ചെയ്യുന്നതായിരിക്കും. അതോടെ അവർക്ക് സകല യോഗങ്ങളും ഉണ്ടാകും. എന്റെ പേരിനാൽ തന്നെ നീ ഭൂമിയിൽ പാഞ്ചാലികേശൻ എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായി തീരും. അങ്ങനെ ശ്രീശങ്കരൻ കുബേരപുത്രനെ കാണുകയാണ്. അപ്പോൾ കുബേരപുത്രൻ എന്ത് ചെയ്യുകയാണ്? അപ്പൊ ഈ കുബേരപുത്രന് ഭഗവാൻ ഒരു വരദാനം കൊടുക്കുകയാണ്. ഭഗവാന്റെ നേർക്ക് എഴുതിവിട്ട ആ അസ്ത്രത്തിൽ നിന്നുള്ള ഒരു വരദാനമാണ് കുബേരപുത്രന് കൊടുക്കുന്നത്. അങ്ങനെ കുബേരപുത്രനെ എല്ലാവരും എന്താ പറയാ സ്നേഹിക്കുന്നതായിരിക്കും. അവരെ ഭക്തി പുരസ്കാരം പൂജിക്കുന്നതായിരിക്കും. അതുപോലെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതായിരിക്കും. അതുപോലെ ഈ കുബേരപുത്രനെ പൂജിക്കുകയോ ദർശിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തൽക്ഷണം തന്നെ അവര് ഉത്തമരായി തീരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാശിവന്റെ പരമേശ്വരന്റെ ഏറ്റവും വലിയ ഭക്തനാണ് കുബേര ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ധനമൊക്കെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കുബേരനെ പൂജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അങ്ങനെ കുബേരപുത്രന് അങ്ങനെ ഒരു വരം കൂടി സദാശിവൻ കൊടുക്കുകയാണ്. ശംഭു അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്നു. അദ്ദേഹം വിന്ധ്യാപർവ്വതത്തിലെത്തി. പക്ഷേ മദനൻ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. വീണ്ടും കാമോദ്ദീപനം ഉണ്ടാക്കുന്ന ബാണങ്ങൾ ഭഗവാന്റെ നേർക്ക് എയ്തുവിടാൻ തുടങ്ങി. അവസാനം ഭഗവാൻ ഒരു വനത്തിലെത്തി. മഹാത്മാക്കളായ യോഗീശ്വരന്മാർ പത്നി സമേതം താമസിച്ചിരുന്ന വനമായിരുന്നു അത്. അവിടെ എത്തിയ ശ്രീശങ്കരൻ അവിടെ വസിക്കുന്നവരോട് ഭിക്ഷ യാചിച്ചു. പക്ഷേ മഹർഷിമാർ ആരും ഒന്നും ഉരിയാടിയില്ല. മന്മഥശരത്താൽ പീഡയാൽ ഭഗവാൻ അവിടമാകെ ചുറ്റിക്കറങ്ങി നടന്നു. ഭഗവാന്റെ അത്യന്തം കോമളമായ മേനി കണ്ട് ഭാർഗവത്രയ മുനിയുടെ പത്നിമാർക്ക് മനസ്സിലാക്കി. മദനപീഡയാൽ ലഹരി പൂണ്ട അവർ ശ്രീശങ്കരന്റെ പിന്നാലെ പാഞ്ഞു. അത് കണ്ട് കുപിതരായ മുനികൾ അങ്ങയുടെ ലിംഗം താഴെ വീണു പോകട്ടെ എന്ന് ശപിച്ചു. മുനിമാരുടെ ശാപവാക്കുകൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്തു. തൽക്ഷണം ഭഗവാന്റെ ലിംഗം താഴെ നിലത്ത് പതിച്ചു. അത് ഭൂതലം പിളർന്ന് പാതാളത്തിലെത്തി. അതിന്റെ ശക്തിയാൽ ബ്രഹ്മാണ്ടമാകെ പിളർന്നു. അങ്ങനെ പരമശിവൻ വളരെയധികം ദുഃഖിതനായിട്ട്, സതീദേവിയുടെ വിരഹത്താൽ വളരെയധികം ദുഃഖിതനായിട്ട് കുറെ മുനിമാര് ഭാര്യമാരുമായിട്ട് താമസിക്കുന്ന ഒരു ആശ്രമാങ്കണത്തിൽ എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ പരമശിവന്റെ ആ ശരീരം കണ്ടിട്ട്, ആ മേനിയുടെ ആ ശരീരകാന്തി കണ്ടിട്ട് ഭാർഗവത്രയ മുനിമാരുടെ പത്നിമാരായിട്ടുള്ള പത്നിമാർക്ക് എന്ത് ചെയ്യുകയാണ്? വളരെയധികം ഭഗവാനോട് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ അവര് ഭഗവാന്റെ ഇത് കണ്ടിട്ട് അതില് മതിച്ചുകൊണ്ട് ഭഗവാന്റെ പുറകെ ശിവഭഗവാന്റെ പുറകെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ മറ്റുള്ള ഋഷിമാർക്കെല്ലാം വളരെയധികം ദേഷ്യം ഉണ്ടാവുകയും അങ്ങനെ ഋഷിമാര് ശിവഭഗവാനെ ശപിക്കുകയാണ്. നിന്റെ ലിംഗം താഴെ വീണു പോകട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാന്റെ ലിംഗം താഴെ വീണ് അത് ബ്രഹ്മാണ്ടമാകെ പിളർന്നു. അതെന്ത് ചെയ്യുകയാണ്?
നിലത്ത് പതിക്കുകയാണ്. അത് ഭൂതലം പിളർന്ന് പാതാളത്തിലെത്തുകയാണ്. അതിന്റെ ശക്തിയാല് ബ്രഹ്മാണ്ടമാകെ പിളർക്കുകയാണ്. അതോടെ ത്രിലോകങ്ങളും കുലുങ്ങാൻ തുടങ്ങി. ലോകത്തിൽ പല ദുശകുനങ്ങളും കണ്ടു തുടങ്ങി. പരിഭ്രാന്തരായി തീർന്ന നാൻമുഖൻ വൈകുണ്ഠനാഥന്റെ തിരുസന്നിധി പ്രാപിച്ചു. ശ്രീഹരിയെ വണങ്ങി സ്തുതിച്ച ശേഷം അദ്ദേഹം ചോദിച്ചു, അല്ലയോ അനന്തശായിയായ ഭഗവാനെ, ലോകം മുഴുവൻ ഇളകി ആടി ഉലയുന്നത് അങ്ങ് കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വിഷ്ണുദേവൻ പുഞ്ചിരിയോടെ നറുമലർ അതരങ്ങളിൽ ആഭരണമായി അണിയിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാൻ, ശ്രീ പരമേശ്വരന്റെ ലിംഗം മഹർഷിമാരുടെ ശാപനിമിത്തം വീണുപോയിരിക്കുന്നു. അതിന്റെ ഭാരം താങ്ങാനാകാത്തതിനാലാണ് ഭൂമണ്ഡലമാകെ കുലുങ്ങുന്നത്. അപ്പോ ഭഗവാന്റെ ആ ലിംഗത്തിന് അത്രയും പവർ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് ഭൂമണ്ഡലത്തിൽ വീഴുകയാണ്. വീഴുന്നതോടുകൂടി തന്നെ അത് എന്ത് ചെയ്യുകയാണ്? പ്രപഞ്ചമാകെ കുലുങ്ങുകയാണ്. അത്രയും ഘോരമായിട്ടുള്ള പ്രപഞ്ചത്തില് പ്രളയങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ലിംഗം മഹർഷിമാരുടെ ശാപനിമിത്തമാണ് വീണുപോയിരിക്കുന്നത് പറയുകയാണ്. അതിനാലാണ്, അതിന്റെ ഭാരം താങ്ങാത്തതിനാലാണ് ഭൂമണ്ഡലം ആകെ കുലുങ്ങുന്നതെന്ന് പറയുകയാണ്. അത് നേരിട്ട് കാണുവാനുള്ള ആഗ്രഹത്താൽ ശ്രീഹരിയും വിരിഞ്ചനും ഒരേ സമയം യാത്ര തിരിച്ചു. വിഷ്ണു ഗരുഡാരൂഢനായി പാതാളത്തിലേക്കും ബ്രഹ്മദേവൻ പത്മവിമാനത്തിൽ കയറി മുകളിലോട്ടും പോയി. നിർഭാഗ്യവശാൽ അനന്തമായ ലിംഗത്തിന്റെ അഗ്രം കാണാനാകാതെ നിരാശരായി രണ്ടുപേരും മടങ്ങിവന്ന് സദാശിവനെ സ്തുതിക്കാൻ തുടങ്ങി. ശിവൻ ഉടനെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ആ ലിംഗം എവിടെയാണെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി, അതിന്റെ അഗ്രഭാഗവും അടിഭാഗവും എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അതുപോലെ ബ്രഹ്മദേവനും വിഷ്ണുദേവനും നോക്കുകയാണ്. പക്ഷെ രണ്ടുപേർക്കും അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം അവർ വീണ്ടും പരമശിവന്റെ മുമ്പിലേക്ക് വരികയാണ്. കാമതാപത്താൽ അസ്വസ്ഥനായി അലഞ്ഞു തിരിയുന്ന നമ്മെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സ്തുതിക്കുന്നത്? ശിവഭഗവാൻ ദേവന്മാരോട് ആരാഞ്ഞു. അപ്പോൾ അവർ അപേക്ഷിച്ചു, ഭഗവാനെ, അങ്ങയുടെ വീഴ്ത്തപ്പെട്ട ലിംഗം തിരിച്ചെടുക്കാൻ ദയവുണ്ടാകണം. ത്രിലോകങ്ങളും കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവജാലങ്ങളെല്ലാം ഭയചകിതരായി തീർന്നിരിക്കുകയാണ്. ഭഗവാൻ മറുപടിയായി പറഞ്ഞു, സുരോത്തമന്മാരെ, നാം നമ്മുടെ ലിംഗം തിരിച്ചെടുക്കാം. പക്ഷേ ചില വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയൂ. അല്ലാത്ത പക്ഷം അത് തിരിച്ചെടുക്കുവാൻ നമുക്കാവില്ല. എന്ത് വ്യവസ്ഥയും ഞങ്ങൾ സ്വീകരിച്ച് നടപ്പിലാക്കിക്കൊള്ളാം. വിഷ്ണുവും ബ്രഹ്മാവും പറഞ്ഞു, നമ്മുടെ ലിംഗത്തെ ദേവന്മാർ പൂജിക്കുമെങ്കിൽ വീഴ്ത്തപ്പെട്ട ലിംഗം തിരിച്ചെടുക്കുന്നതാണ്. ശിവഭഗവാന്റെ നിർദ്ദേശം രണ്ടുപേരും സ്വീകരിച്ചു. അങ്ങനെ അന്നു മുതൽ ലിംഗാരാധന ക്രമം ത്രിലോകങ്ങളിലും നടപ്പിലാക്കപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? അവസാനം വീഴ്ത്തപ്പെട്ട ലിംഗം ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവര് അത് ലിംഗാരാധന എന്ന് പറഞ്ഞൊരു ആരാധനാ ക്രമം കൊണ്ടുവരികയാണ്. അപ്പൊ അത് കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ ഈ കാമ, ക്രോധ, ലോഭ, മോഹാദികൾ അങ്ങനെയുള്ള കാമങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ലിംഗാരാധന നടത്തുന്നത്. കാരണം അതെന്ന് പറഞ്ഞാൽ അത്രയും പരിശുദ്ധമായിട്ടുള്ള, അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ആരാധനാ ക്രമമാണ്. അത് പണ്ട് കാലങ്ങളിലൊക്കെ നടത്തപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ കാലങ്ങൾ പോയി തുടങ്ങിയതോടുകൂടിയാണ് ഇങ്ങനെയുള്ള ആരാധനകളൊന്നും കൂടുതലായിട്ട് ആരും ചെയ്യാത്ത, അല്ലെങ്കിൽ പൂജകളൊക്കെ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ ചിലർ മടിക്കണം. അപ്പം അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ആ ഒരു കൺട്രോളിങ് പവർ, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് എന്താ പറയുക, ആ ഒരു അതിന് എല്ലാത്തിനും നമുക്കൊരു കൺട്രോൾ ഉണ്ടല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ആ ഒരു ഇതിലാണ് നമുക്ക് ആ ലിംഗാരാധന എന്ന് പറയുന്നത്. ഈ ലിംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മംഗളം എന്നാണ്. അതായത് നമുക്ക് മാർഗം അല്ലെങ്കിൽ മംഗളം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനെ വേറെ പലരും പല രീതിയിൽ പലതരത്തിലാണ് ചിത്രീകരിച്ച് പല രീതികളിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. അതെന്ന് പറയുന്നത് അത്രയും പരിശുദ്ധമായിട്ട് നമ്മൾ പണ്ട് കാലം മുതലേ ആ ഹിന്ദുക്കളായാലും നമ്മുടെ ആര്യന്മാരെല്ലാം പൂജിച്ചു പോന്നിരുന്ന ഒരു വ്യവസ്ഥയാണ്. അപ്പൊ അത് അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണ്, അത്രയും മനസ്സിലാക്കേണ്ടതാണ്. അത് എത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലായി. അതിനെയാണ് ചിലരൊക്കെ അങ്ങനെ വേറെ രീതിയിൽ അങ്ങനെ മോശമായിട്ടൊക്കെ ചിത്രീകരിച്ച് പറയുന്നത്. അത് എത്ര മോശമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അത് അത്രയും അല്പബുദ്ധികളായിട്ടുള്ളവരാണ് അങ്ങനെ പറയുന്നത്. അവർക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അത് അറിയാത്തവരാണ് അതിനെക്കുറിച്ച് അങ്ങനെ പല രീതിയിലും പറഞ്ഞു പരത്തുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗം വായിക്കാം.
സമസ്ത ചരാചരങ്ങളുടെയും നിലനിൽപ്പിനും സൃഷ്ടികർമ്മത്തിനും കാരണമായി വർത്തിക്കുന്ന ബ്രഹ്മം അഥവാ ബീജസത്തയാണ് ശിവലിംഗ ആരാധനയിലൂടെ വെളിപ്പെടുന്ന യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് ശിവലിംഗ ആരാധനയിലൂടെ വെളിപ്പെടുന്നത്? സമസ്ത ചരാചരങ്ങളുടെ നിലനിൽപ്പിനും, അതായത് നമ്മുടെ ഈ സമസ്ത ചരാചരങ്ങളിലെ നിലനിൽപ്പിനും സൃഷ്ടികർമ്മത്തിനും കാരണമായി വർത്തിക്കുന്ന ബ്രഹ്മം അഥവാ ബീജസത്തയാണ് ശിവലിംഗ ആരാധനയിലൂടെ വെളിപ്പെടുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അണ്ടകടാഹങ്ങളിലാകെ വ്യാപിച്ചു കിടക്കുന്ന ശക്തിയുടെ ഉറവിടം ശിവലിംഗമാണെന്നതിൽ തർക്കമില്ല. അപ്പൊ അണ്ടകടാഹങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ശക്തിയുടെ ഉറവിടമാണ് ശിവലിംഗം, അതില് തർക്കമില്ല. അപ്പൊ നമ്മുടെ സമസ്ത പ്രപഞ്ചത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിലും ആ സമസ്ത പ്രപഞ്ചത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും അതുപോലെ സൃഷ്ടികർമ്മത്തിന് കാരണമായി തീരുന്നതുമായിട്ടുള്ള ബ്രഹ്മമാണ്, ആ ബ്രഹ്മമാണ് ശിവലിംഗം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് പരമമായിട്ടുള്ള സത്യാസത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം സൃഷ്ടിക്ക് മൂലകാരണമായിട്ടുള്ളത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ പരമശിവനും ഭവാനി ദേവിയുമാണ്. പരമശിവന്റെ ലിംഗം ദേവിയുമായി ചേരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ശുദ്ധമായ പരബ്രഹ്മം നിരാകാരമായി ഇരിക്കുമ്പോൾ സൃഷ്ടി നടക്കുന്നില്ല. അതായത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ പരമശിവനും ഭവാനി ദേവിയുമാണ് സൃഷ്ടിക്ക് മൂലകാരണമായിട്ടുള്ളത്. പരമശിവന്റെ ലിംഗം ദേവിയുമായി ചേരുമ്പോഴാണ് ആ സൃഷ്ടികർമ്മം, ആ മഹത്തായിട്ടുള്ള സൃഷ്ടികർമ്മം ഉണ്ടാവുന്നത്. ശുദ്ധമായ പരബ്രഹ്മം നിരാകാരമായിരിക്കുമ്പോൾ സൃഷ്ടി നടക്കുന്നില്ല. അതായത് ശുദ്ധമായിട്ടുള്ള ആ പരബ്രഹ്മം നിരാകാരമായിട്ട്, അതായത് ഒറ്റയ്ക്ക് ശാന്തമായിട്ട് നിരാകാരമായിട്ട് ഇരിക്കുന്ന സമയത്ത് സൃഷ്ടി നടക്കുന്നില്ല. എന്നാൽ ആ ബ്രഹ്മം ആകാരം കൈവരിക്കുന്നതോടെ സൃഷ്ടിക്കുള്ള വേദി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ബ്രഹ്മചൈതന്യം കുടികൊള്ളുന്ന സദാശിവലിംഗം പൂജിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് മാത്രമല്ല ജീവിതാന്ത്യത്തിൽ മോക്ഷവും കൈവരുന്നതാണെന്നും ഒരു ഭക്തൻ അറിയേണ്ടതാണ്. ശിവലിംഗം അധികം യോനി സമം സൃഷ്ടി എന്നതാണ് പ്രപഞ്ച നിയമം. മാത്രമല്ല ശിവലിംഗം ചൈതന്യ മഹത്വമുള്ളതാകാൻ കാരണവുമുണ്ട്. ലിംഗാരാധന അത്യന്തം പവിത്രമായ ഒരു രീതിയാണ്. അപ്പം ഈ ലിംഗാരാധന നടത്തുന്നതിലൂടെ അത്രയും നമുക്ക് മംഗളകരമായിട്ടുള്ള ഐശ്വര്യങ്ങളും നമുക്ക് സമ്പൽ സമൃദ്ധിയും നമുക്ക് സമാധാനവും അങ്ങനെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ലിംഗാരാധന നടത്തുന്നതിലൂടെ ശിവലിംഗ ആരാധന നടത്തുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ മിക്ക ശിവക്ഷേത്രങ്ങളിലും ശിവലിംഗത്തിന്റെ രൂപത്തിൽ തന്നെയാണ് അല്ലെ ഭഗവാനെ ആരാധിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ പോയി ഭഗവാന് ജലധാര അങ്ങനെയൊക്കെ നടത്താറുണ്ട്. അതൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ലിംഗത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ബീജം അഥവാ ബ്രഹ്മാംശം സൃഷ്ടിക്കും, അതിലൂടെ സ്പന്ദനവും നടക്കുന്നു. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ വിവരണാതീതമാം വിധത്തിൽ ഊർജം കുടികൊള്ളുന്ന ഉറവിടമാണ് പ്രകൃതി എന്ന് കാണാവുന്നതാണ്. പ്രകൃതിയുടെ നിലനിൽപ്പിന് മൂലകാരണമായിരിക്കുന്നത് ആദിസ്വരൂപിണിയായ പാർവതിയാണ്. ലിംഗം കാമോദ്ദീപനത്തിനുള്ള ഉപാധി ആയിരിക്കുന്നതും ഇവിടെ സ്വർദ്ധ്യമാക്കേണ്ടതാണ്. കാമം തന്നെയാണ് പ്രേമം എന്ന വിശ്വോത്തര സങ്കല്പത്തിന് അടിസ്ഥാനം കാമം അഥവാ സൃഷ്ടികർമ്മ വ്യഗ്രത ഇല്ലാത്തടത്ത് പ്രേമോദ്ദീപനവും ഉണ്ടാകുമെന്ന് സ്ഥാപിക്കാൻ തക്ക പ്രപഞ്ച വ്യവസ്ഥയില്ല. മാത്രമല്ല പരമമായ ആനന്ദം പ്രദാനം ചെയ്യുന്നതിന് കാതലായ മൂലകാരണം പ്രേമം തന്നെ. പക്ഷേ കാമം ഊർജ്ജശക്തിയുടെ പ്രേരണയായി തീരുന്ന അവസ്ഥയിലേക്ക് മനസ്സ് ചിത്തമായി രൂപപ്പെടുമ്പോഴാണ് പ്രേമം ഒരു മഹാ തേജസ്സായി മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്നത്. അതായത് നമുക്ക് ആ പ്രേമത്തിന് പൂർണ്ണത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ കാമം കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ആ ഒരു ഇതും കൂടി നമുക്ക് ഉണ്ടായാൽ മാത്രമേ ആ പറയുന്ന ആ പ്രേമം അല്ലെങ്കിൽ ആ പ്രേമത്തിന് ആ പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടത് ലിംഗവും യോനിയുമാണ്. ഇത് രണ്ടും ചേർന്നുള്ള കർമ്മം സാധ്യമാകുന്നതിലൂടെ പ്രേമ സാക്ഷാത്കാരവും പൂർണ്ണമാകുന്നു. ഭൗതികമായി നോക്കുമ്പോൾ യുവതീ യുവാക്കന്മാരുടെ പ്രേമഭാവത്തിന് ആക്കം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആധ്യാത്മികമായി പരിശോധിച്ചാൽ ചിത്തവൃത്തി നിരോധം കൈവരിക്കാൻ യോഗ്യത നേടിയ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രേമം വിശ്വോത്തരമായി വികസിക്കുന്നു. അങ്ങനെ അവന്റെ പ്രേമം ലോകശാന്തിക്കും ഐശ്വര്യത്തിനും കാരണമായി തീരുന്നു. കാമമാണ് പ്രേമത്തിന് മൂലകാരണമായി വർത്തിക്കുന്നതെന്ന സംഗതി അത് അനുഭവിച്ചു കഴിയുമ്പോൾ അതിലൂടെ അവന് ലഭിക്കുന്ന ആനന്ദം തുച്ഛമാണെന്നവൻ അറിയുന്നു. അങ്ങനെ നൈമിഷികമായ സുഖം മാത്രം പ്രദാനം ചെയ്യുന്ന ശാരീരിക ബന്ധത്തിനപ്പുറം അലൗകികമായ ഒരു സച്ചിദാനന്ദ അവസ്ഥയുണ്ടെന്നും അത് അനവരതം അന്ധകരണത്തെ ശുദ്ധീകരിച്ച് അപാരമായ അനുഭൂതി വിശേഷത്തിലേക്ക് തന്നെ നയിക്കുമെന്നും അറിയുമ്പോൾ വിരക്തിയുണ്ടായി തീരുകയും അങ്ങനെ അവൻ താൻ കാമപൂർത്തിക്ക് ഉപയോഗിച്ചിരുന്ന അങ്കനയിൽ ബ്രഹ്മത്തെ ദർശിക്കാൻ പ്രേരിതനാകുകയും ചെയ്യുന്നു.
അന്നു മുതൽ അവന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന 72,000 നാഡീഞരമ്പുകളിലും ആനന്ദധാര നിറയുന്നു. ഈ വിശേഷാവസ്ഥ കൈവരുന്നതോടെ അവൻ ദർശിക്കുന്നതെല്ലാം ബ്രഹ്മമായി തീരുകയും ശിവലിംഗ യോനി സംഗമത്തിന്റെ പൊരുൾ അറിയാനിടവരുകയും ചെയ്യുന്നു. ഇപ്രകാരമല്ലാതെ ശിവലിംഗം എന്നത് ഇന്ദ്രിയ സുഖങ്ങളുടെ വനാന്തരങ്ങളിൽ അലയുന്ന ഒരു കേവല മനുഷ്യന്റെ ലിംഗത്തിന് സമാനമാണെന്ന് ഒരുവൻ ചിന്തിച്ചാൽ അവന്റെ ഹൃദയകാനനത്തിൽ പാപചിന്തകളുടെ വിഷവിത്തുകൾ കിളിർക്കുന്നുവെന്നത് അനിദ്ദേശ്യമാണ്. അതായത് ഈ കാമം മാത്രമല്ല ഒരു ജീവസത്തയുടെ അല്ലെങ്കിൽ ഒരു ജീവാത്മാവിന്റെ ഇതെന്ന് പറയുന്നത്, അവരുടെ ആനന്ദം എന്ന് പറയുന്നത് ആ കാമം മാത്രമല്ല, അതിനപ്പുറമുള്ള ആ ഒരു സ്നേഹം, അതിനപ്പുറമുള്ള ആ ഒരു പരമമായിട്ടുള്ള ആനന്ദം, അതറിയണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല ജീവിതം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇതിൽ വിരക്തി തോന്നുകയും അതിലൂടെ തൻ്റെ പത്നി വാമഭാഗത്തിരിക്കുന്ന ആ പത്നിയിൽ ആ ബ്രഹ്മത്തെ ദർശിക്കാൻ സാധിക്കുകയും അങ്ങനെ ആ പ്രേമം, യഥാർത്ഥ പ്രേമം ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് അവൻ ആ യഥാർത്ഥത്തിലുള്ള എന്ത് ദർശിക്കുന്നത്, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ പ്രപഞ്ചം അല്ലെങ്കിൽ ആ പൊരുള്, നമ്മുടെ ശിവലിംഗ യോനി സംഗമത്തിന്റെ പൊരുൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിലൂടെയാണ്. അതായത് ഇതെന്ന് പറയുന്നത് അതല്ല, അതായത് കാമമല്ല, കാമക്രോധ ലോഭ മോഹങ്ങളല്ല ഏറ്റവും വലുത്, ആ സ്നേഹമാണെന്നുള്ളത് തിരിച്ചറിയാൻ അവന് സാധിക്കുന്നതും അതിലൂടെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അവൻ ഉയരുന്നത്, അവനത് മനസ്സിലാകുന്നത് എന്നുള്ള സത്യമാണ് ഇവിടെ പറയുന്നത്. ശിവം എന്നത് അനിർവചനീയമാണെങ്കിലും സച്ചിദാനന്ദം പ്രദാനം ചെയ്യുന്ന പരബ്രഹ്മാവസ്ഥ എന്ന് നമുക്ക് കണ്ടെത്താം. ഈ പരമാനന്ദ അവസ്ഥയിലേക്ക് ഭക്തന്മാരെ നയിക്കുന്നത് ശിവലിംഗമാണ്. കാരണം സച്ചിദാനന്ദം എന്നത് പരബ്രഹ്മം തന്നെ ആയതിനാൽ അത് അനുഭവയോഗ്യമാക്കി തീർക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് സദാശിവലിംഗം വർത്തിക്കുന്നത്. ശിവലിംഗം പരമമായ സത്യത്തിലേക്കും അനിർവചനീയമായ അനശ്വര പ്രേമത്തിന്റെ ഉത്തുംഗാവസ്ഥയിലേക്കും നിഷ്കാമ ഭക്തരെ എടുത്തുയർത്തുന്ന അത്യത്ഭുത ചൈതന്യ വിശേഷം തന്നെയാണ്. ലിംഗം ജ്യോതിർഭാവം കൈവരിക്കുന്നതിനാൽ അത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന് ഭക്തർ അറിയേണ്ടതാണ്. അപ്പൊ ലിംഗം ജ്യോതിർഭാവം കൈവരിക്കുന്നതിനാൽ അത് സാക്ഷാൽ പരബ്രഹ്മം, അത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന് നമ്മൾ അറിയേണ്ടതാണ്. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. എനിക്ക് വയ്യ കേട്ടോ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ത്രോട്ട് കുറച്ച് ഇതുണ്ട്, ചുമയൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ കാലാവസ്ഥയുടെയാണ്. അതായത് ചൂടും മഴയും ഒക്കെ മാറി മാറി വരുന്ന കാലാവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ചുമയുണ്ട് നല്ല രീതിയിൽ. അതാണ് ഞാൻ പിന്നെ ക്ലാസ് എടുക്കാൻ വരുന്നത്. ഇന്ന് ഞാൻ ലീവ് എടുത്ത കാര്യം അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഭഗവാന്റെ ആ ലിംഗത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഏതൊരു ബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രേമബന്ധത്തിലാണ് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആർക്കും ഒന്നിനും ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അവരവരുടെ തോന്നിയവർ, അതായത് കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പല പല പാപങ്ങൾ ചെയ്യുന്നു, പല പല വൈകൃതങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. പല പല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, മനസ്സിലായോ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതും കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ലിംഗാരാധനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെ കടിഞ്ഞാളില്ലാത്ത കുതിരകളെ പോലെ അലയാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഇഷ്ടപ്പെടുന്ന പുരുഷന് സ്ത്രീയായിട്ട് പോകുന്ന അത് തെറ്റില്ല. പക്ഷെ അത് എല്ലാ ദിവസവും പല പലവരുടെ കൂടെ പോയി അങ്ങനെ പല പല രീതിയിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വല്ലപ്പോഴും കൂടി അങ്ങനെയൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇതും ഇല്ലാതെ നമുക്ക് ആരെയും എന്തും ചെയ്യാം, അല്ലെങ്കിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, അല്ലെങ്കിൽ പണം കൊടുത്ത് സ്ത്രീകളെ സ്വന്തമാക്കുന്നവര്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി പുരുഷന്മാരുടെ പോകുന്ന സ്ത്രീകൾ, അങ്ങനെയൊക്കെ എന്താ പറയാ, അത്രയും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുന്നതൊക്കെ അത് പാപം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഏത് കാര്യമായിട്ടുണ്ടെങ്കിലും ഏതായാലും അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണെന്നാണ് പറയുന്നത്. അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
പിന്നെ ഇതിന് മുന്നേ പറഞ്ഞു, അതായത് നമുക്ക് ഇപ്പോൾ ഓരോ കുടുംബങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുട്ടികളെന്ന് പറയുന്നത് വളരെ വിരളമാണ്. എല്ലാവരും ഒരു കുട്ടിയിൽ തന്നെ നിർത്തും. ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്ന് പറഞ്ഞാലും ഭർത്താവ് പറയും പ്രാരാബ്ദങ്ങളുണ്ട്, കാര്യങ്ങളുള്ളത് കൊണ്ട് ഒരു കുട്ടിയും കൂടെ വേണ്ടാന്ന് പറയും. ചിലപ്പോൾ തിരിച്ച് ഭാര്യയായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു കുട്ടിയിൽ തന്നെ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ മരണശേഷം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളതിൽ അവരുടെ ആ 2 മക്കളും അതിൽ കാണും. അതായത് എല്ലാ തലമുറകളും കഴിഞ്ഞു കഴിയുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അതായത് അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അതിനുശേഷം മക്കൾ മരിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 മക്കളും മരിച്ചു കഴിയും. അപ്പൊ പിന്നീട് വീണ്ടും ഇവർ വന്ന് ജനിക്കുമ്പോൾ, അതായത് ഇവരുടെ അച്ഛനും അമ്മയും വന്ന് ജനിക്കുന്നു. അവര് ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ അവർ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ കുട്ടിയും വന്ന് ആ അമ്മയിൽ ജനിക്കും. അപ്പൊ അതിനുശേഷം ഈ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും അവർ തീരുമാനിക്കുകയാണ് ഈ ഒരു കുട്ടി മതിയെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ മറ്റേ ആ ഒരു ആത്മാവ് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അതിന് ജനിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിന് വേണമെങ്കിൽ വേറെ അച്ഛനമ്മമാരിൽ ജനിക്കാം. പക്ഷെ അതിന് ചിലപ്പോൾ വേറെ അച്ഛനമ്മമാരിൽ ജനിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും 2 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും നിങ്ങൾ ഭക്തിയിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരാളെങ്കിലും ആ ഭക്തിയിലോട്ട് കൊണ്ടുവരാം. അതിലൂടെ നമുക്ക് ആ കുടുംബത്തിൽ തന്നെ ഒരു ഇതുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുള്ളതാണ്. മനസ്സിലാക്കുക. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതായത് ഇപ്പം നമ്മുടെ ലോകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇപ്പം എന്താ പറയുക, കുട്ടികൾ അങ്ങനെ ഒന്നിൽ തന്നെയാണ് ഇപ്പം എല്ലാവരും നിർത്തി പോകുന്നത് അല്ലേ. അപ്പോൾ അത്രയും ആത്മാക്കൾ അവിടെ വെയിറ്റ് ചെയ്യണം. അവർക്കൊരു ശരീരം, അവർക്ക് ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത്രയും ആത്മാക്കൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ആ ഒരു ത്രാണി ഉണ്ടാവണമല്ലോ. അപ്പൊ ആ ഒരു ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഭൂമിയിൽ തന്നെ ആ ഭക്തി പ്രാക്ടീസ് ചെയ്യണം. ആ ഭക്തിയിലേക്ക് കൂടെ വരണം. എങ്കിലേ അവർക്ക് അവിടെ ഒരു പരിശുദ്ധാത്മാവായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ആത്മാവായിട്ട് അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷെ അവരവിടെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നക്കാരായിട്ടുള്ള ആത്മാക്കളുടെ കൂടെ കടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് പരലോക എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പരലോകങ്ങളിലുള്ള ആത്മാക്കളുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടിയെങ്കിലും പൂർണ്ണമായിട്ട് കൂടുതലായിട്ട് ഭക്തിയിലും കൂടെ വരിക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മുടെ മരണശേഷം ആയാലും നമുക്ക് പിതൃലോകത്തോ മറ്റുള്ള ഏത് ലോകത്ത് പോയാലും അല്ലെങ്കിൽ അവിടെ പോയാലും നമുക്ക് കുറച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ആത്മാവായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുന്നൊരിതായിട്ട് നമുക്ക് പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലങ്ങളിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോകത്തിൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ കഴിയും. അപ്പൊ അത് മനസ്സിലാകും. ഭൂമി എന്ന് പറയുന്നത് ഒരു കർമ്മ ഭൂമിയാണ്. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വിടുന്നതാണ് ഭൂമി. അപ്പൊ ഭൂമിയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന ഭൂമിയല്ല. ഭൂമി മാത്രമല്ല നമുക്കുള്ളത്, ഒരുപാട് ലോകങ്ങളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള ആ ലോകങ്ങളിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടായിരിക്കണം നാം എല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയിൽ കിടന്ന് ജനിച്ചും മരിച്ചും സുഖദുഃഖങ്ങൾ അനുഭവിച്ച്, സുഖത്തിനെക്കാളിലും കൂടുതൽ ദുഃഖങ്ങളാണ് കലികാലത്തില്, പലതരത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ആ മുക്തിക്ക് വേണ്ടിയിട്ട്, ആ മോക്ഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഉയരാൻ വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭൂമിയിൽ കുറെ ധനം ഉണ്ടാക്കി, കുറെ പണം ഉണ്ടാക്കി, കാറുണ്ടാക്കി, വീട് വെച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, ഭൂമിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഭൂമിയിൽ ജനിച്ച് മരിച്ച് ഇങ്ങനെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനേക്കാൾ നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങൾ വിടുക, അങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മാറി ആ ആധ്യാത്മികതയിലേക്ക് വരിക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ തലങ്ങളിലേക്ക് ഉയരാൻ കഴിയുള്ളൂ. ഈ ഭൂമിക്ക് മുകളിലുള്ള സ്വർഗലോകമുണ്ട്, ബ്രഹ്മലോകമുണ്ട്, ഭൂവർലോകമുണ്ട്, അതുപോലെ തന്നെ കൈലാസമുണ്ട്, വൈകുണ്ഠമുണ്ട്, ഭഗവാന്റെ ഏറ്റവും പരമധാമമായിട്ടുള്ള വൃന്ദാവനമുണ്ട്. അങ്ങനെ ഒരുപാട് ലോകങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ